അണുവായുധങ്ങൾ ലോകത്തിലെ തന്നെ വളരെ പവർഫുള്ളായ ആയുധങ്ങളാണ് അണുവായുധങ്ങൾ. ഈ അണുവായുധങ്ങൾ വെച്ച് ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഈ അണുവായുധങ്ങൾ ലോകത്തിൽ തന്നെ വളരെ കുറച്ച് രാജ്യങ്ങളുടെ പക്കലേയുള്ളൂ. കാരണം അത്രയ്ക്കും നാശനഷ്ടമുണ്ടാക്കാൻ ഈ അണുവായുധങ്ങൾക്ക് പറ്റും. അങ്ങനെയുള്ള ഈ അണുവായുധങ്ങൾ എത്ര സൂക്ഷ്മതയോടെയാണ് ഓരോ രാജ്യവും സംരക്ഷിക്കേണ്ടതെന്നും നമുക്കറിയാം. അങ്ങനെയുള്ള ഈ അണുവായുധത്തെ അമേരിക്കയുടെ B-52 വിമാനങ്ങൾ ആക്സിഡന്റ് ആയതുവഴി 14 എണ്ണം അമേരിക്കയ്ക്ക് നഷ്ടമായിട്ടുണ്ട്. അതിലൊരെണ്ണം ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1960കളിൽ ശീതയുദ്ധം തീവ്രമായി നടന്നുകൊണ്ടിരുന്ന സമയം എന്ന് പറയാം. ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ അവരുടെ രാജ്യത്ത് വെച്ച് തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിച്ചാൽ ഞങ്ങൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞ് അമേരിക്കയും അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് അവരുടെ രാജ്യത്ത് വെച്ച് തന്നെ നിർമ്മിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ തീവ്രമായ മത്സരം ന്യൂക്ലിയർ വെപ്പൺസിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ 1960കളുടെ ആരംഭ കാലഘട്ടത്തിലാണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് എന്ന ന്യൂക്ലിയർ മിസൈൽ റഷ്യ ആദ്യമായി ഇൻവെന്റ് ചെയ്തത്. അതിനു മുമ്പുണ്ടായിരുന്നത് വെറും ബാലിസ്റ്റിക് മിസൈൽസ് മാത്രമാണ്. ഈ മിസൈലുകളിൽ ന്യൂക്ലിയർ വാർഹെഡോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വാർഹെഡോ വെച്ച് ഉപയോഗിക്കാമെന്നും പറഞ്ഞ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും അവരുടെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. 1950കളിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഈ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിൽ ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റി നമ്മേക്കാൾ സോവിയറ്റ് യൂണിയൻ റഷ്യക്ക് അധികമായിട്ടുണ്ടെന്ന്. കൃത്യമായി എടുത്തു പറയുകയാണെങ്കിൽ 1957ൽ സോവിയറ്റ് യൂണിയൻ ഒരു വലിയ ഷോക്കിംഗ് അനൗൺസ്മെന്റ് പുറത്തുവിടുന്നു. ന്യൂക്ലിയർ ക്യാപ്പബിളായ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഞങ്ങൾ തയ്യാറാക്കി എന്ന്. ഈ ഒരു അനൗൺസ്മെന്റ് പുറത്തു വന്നത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ വലിയ ഷോക്കാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഒരു കോണ്ടിനെന്റിൽ നിന്നും മറ്റൊരു കോണ്ടിനെന്റിലേക്ക് മിസൈൽ വിക്ഷേപിക്കാനുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളൊന്നും അമേരിക്കയുടെ പക്കലില്ല. അമേരിക്കയുടെ പക്കൽ മാത്രമല്ല മറ്റൊരു രാജ്യത്തിന്റെ പക്കലും ഇല്ലായിരുന്നു. അങ്ങനെ സോവിയറ്റ് യൂണിയൻ റഷ്യ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് പുറത്തു വിട്ടതിന് ശേഷം ഇതിന്റെ ടെസ്റ്റിംഗ് ഒക്കെയും ചെയ്തു. ഈ മിസൈലിന്റെ പേര് R7 എന്നും ഇട്ടു. പക്ഷെ നിർഭാഗ്യവശാൽ ആ ടെസ്റ്റിംഗ് പരാജയപ്പെട്ടു. ആ മിസൈൽ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം വീണ്ടും 1958ൽ വിജയകരമായി അത് ടെസ്റ്റ് ചെയ്യുകയും അവരുടെ സേനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അമേരിക്കയ്ക്കെതിരെ ഡയറക്റ്റ് ആയി തന്നെ ഒരു ഭീഷണി മുഴക്കാൻ ആരംഭിച്ചു. മറ്റൊന്നുമല്ല, നിങ്ങളുടെ സ്റ്റേറ്റ്സിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് ഒരു മിസൈൽ വിക്ഷേപിച്ച് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്സ് തന്നെ ഞങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതിന് ഞങ്ങൾക്ക് മറ്റൊരു എയർക്രാഫ്റ്റിന്റെയും ആവശ്യമില്ല എന്ന്. ഈ ഒരു സമയത്ത് അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. അമേരിക്ക അവരുടെ രാജ്യത്ത് തന്നെ ഒരു ICBM ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റിയുള്ള ICBM നിർമ്മിക്കുന്നതുവരെ റഷ്യക്കെതിരെ ഒരു ഭീഷണി കൊടുക്കണം. അങ്ങനെയില്ലെങ്കിൽ റഷ്യ നമുക്കെതിരെ എപ്പോൾ വേണമെങ്കിലും ഒരു മിസൈൽ വിക്ഷേപിക്കാം. മാത്രമല്ല, റഷ്യ ഭയക്കുന്നത് പോലെ എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് ഒരു ഓപ്പറേഷൻ ആരംഭിക്കുന്നു. ഓപ്പറേഷൻ ക്രോംഡോം. ഈ ഓപ്പറേഷൻ ക്രോംഡോം എന്നത് അമേരിക്കയാൽ തീരുമാനിക്കപ്പെട്ട കുറച്ച് വ്യത്യസ്തമായ ഒരു ശ്രമമാണെന്ന് പറയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBM എന്നത് ആ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. അത് വെച്ച് എപ്പോൾ വേണമെങ്കിലും അമേരിക്കയ്ക്കെതിരെ ഈ മിസൈൽ വിക്ഷേപിക്കാനും പറ്റും. സോവിയറ്റ് യൂണിയന്റെ പക്കലാണെങ്കിൽ നിരവധി ന്യൂക്ലിയർ വാർഹെഡും ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ അമേരിക്കയ്ക്ക് അത് എത്രത്തോളം ഭീഷണിയാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനുവേണ്ടി അമേരിക്ക എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ക്രോംഡോം എന്ന ഒരു ഓപ്പറേഷൻ തയ്യാറാക്കി. ഇതിനുവേണ്ടി അവരുടെ പക്കലുണ്ടായിരുന്ന ബോംബേഴ്സ് അവർ ഉപയോഗിച്ചു. അവരുടെ പക്കൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ B-52 വേരിയന്റിലുള്ള ബോംബർ വിമാനങ്ങൾ ഉണ്ടായിരുന്നു. 1955ന് ശേഷമാണ് ഈ ബോംബർ വിമാനങ്ങൾ അവരുടെ സേനാ വിഭാഗത്തിൽ അവർ കുറച്ചായി ഉൾപ്പെടുത്താൻ ആരംഭിച്ചത്. ഇപ്പോൾ അവരുടെ എയർഫോഴ്സിൽ ഏകദേശം 700ൽ പരം വിമാനങ്ങളുണ്ട്. സോ ഈ ബോംബേഴ്സ് എപ്പോഴും തയ്യാറാക്കി വെക്കണം. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗത്ത് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാകാം. നമ്മുടെ രാജ്യത്തെ ഏത് സ്റ്റേറ്റ്സിൽ വേണമെങ്കിലും സോവിയറ്റ് യൂണിയന് ഒരു മിസൈൽ വിക്ഷേപിച്ച് വെറും അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇല്ലാതാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിന്നും നമ്മളൊരു ബോംബർ വിമാനം അയച്ച് അവിടെ ആക്രമണം നടത്തണമെങ്കിൽ പല മണിക്കൂറുകൾ വേണ്ടിവരും. ഇങ്ങനെ എയർക്രാഫ്റ്റ് സോവിയറ്റ് യൂണിയനെതിരെ അയച്ചു വിടുന്നതുവരെ റഷ്യ വെറുതെ ഇരിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല.
സോവിയറ്റ് യൂണിയന്റെ പക്കലുള്ള നിരവധി മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്ക മുഴുവനായും ഇല്ലാതാക്കാൻ സോവിയറ്റ് യൂണിയൻ ശ്രമിക്കും. ഈ ഒരു ഭയം ഉള്ളതുകൊണ്ട് തന്നെ അമേരിക്ക ഈ ഒരു പദ്ധതി ആരംഭിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ B-52 വിമാനങ്ങൾ എയറിൽ തന്നെ നിർത്തുക. 24/7 24 മണിക്കൂറും 7 ദിവസവും ആകാശത്ത് തന്നെ പറത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത് മാത്രമല്ല, ഈ ബോംബർ വിമാനങ്ങളിൽ എപ്പോഴും 2 മുതൽ 4 തെർമോ ന്യൂക്ലിയർ ബോംബുകളും വെക്കണം. അതുമാത്രമല്ല, ഇതിനുവേണ്ടി മാർക്ക് 39 ടൈപ്പ് തെർമോ ന്യൂക്ലിയർ ബോംബ്സ് ഈ B-52 ബോംബറിൽ ലോഡ് ചെയ്തത് മാത്രമല്ലാതെ എനി ടൈം എല്ലാത്തിനെയും സോവിയറ്റ് യൂണിയൻ ബോർഡറോട് ചേർത്ത് അമേരിക്കയുടെ സുഹൃത് രാജ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ സോവിയറ്റ് യൂണിയന്റെ ബോർഡറോട് ചേർന്ന് തന്നെ ഈ B-52 വിമാനങ്ങളെ പറത്തണമെന്ന ഓർഡറും കൊടുക്കുന്നു. അതിന്റെ തൊട്ടടുത്തുള്ള എയർബേസിൽ ഇതിനാവശ്യമായ സർവീസും കൊടുത്ത് എപ്പോഴും സോവിയറ്റ് യൂണിയൻ റഷ്യയെ ഒരു നിരീക്ഷണ വലയത്തിലാക്കി സൂക്ഷിച്ചു. പക്ഷെ എന്ത് തന്നെ അമേരിക്ക ഇങ്ങനെ ഒരു പദ്ധതി തുടക്കം കുറിച്ചുവെങ്കിലും കുറച്ചായി ഇത് ബാക്ക് ഫയർ ആകാൻ ആരംഭിച്ചു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിമാനം എപ്പോഴും ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, എപ്പോഴും സർവീസിലായിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ എഫിഷ്യൻസി കുറഞ്ഞു. പക്ഷേ ഈ വിമാനത്തിന് 14,000 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. എന്നാലും കണ്ടിന്യൂസ് ആയി റിപ്പീറ്റഡ് ആയി ഓപ്പറേഷനിൽ തന്നെ തുടരുന്നത് കൊണ്ട് ഇതിന്റെ എൻജിൻസ് ചൂടാവുകയും മാത്രമല്ല ഈ എൻജിൻസിന്റെ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. അങ്ങനെ പ്രവർത്തനരഹിതമായിക്കൊണ്ടിരുന്ന ഈ എൻജിൻസ് വെച്ച് ആദ്യത്തെ സംഭവം അമേരിക്കയിൽ വെച്ച് തന്നെ നടന്നു. കറക്റ്റായി പറയുകയാണെങ്കിൽ ജനുവരി മാസം 24-ാം തീയതി 1961 നോർത്ത് കാരോലിനയിലെ ഗോൾസ്ബർഗ് എന്ന പ്രവിശ്യയിൽ നിന്നും 13 കിലോമീറ്റർ മാറി ഒരു കർഷകൻ രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പുറത്തു വന്ന് നോക്കുമ്പോൾ ഒരു വലിയ തെർമോ ന്യൂക്ലിയർ ബോംബ് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് കുറച്ചു ദൂരം മാറി മറ്റൊരു തെർമോ ന്യൂക്ലിയർ ബോംബും ഉണ്ടായിരുന്നു. രാവിലെ കണ്ണും തുറന്ന് പുറത്തിറങ്ങിയ ഒരു കർഷകൻ പെട്ടെന്ന് ഈ ഒരു തെർമോ ന്യൂക്ലിയർ ബോംബ് കാണുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നതേയുള്ളൂ. ഭാഗ്യത്തിന് ആ തെർമോ ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിച്ചില്ല. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ നഷ്ടമായി അത് കണക്കാക്കിയേനെ. 1960-ലാണ് ഓപ്പറേഷൻ ക്രോംഡോം അമേരിക്ക ഇനീഷ്യേറ്റ് ചെയ്ത 1 വർഷത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം അമേരിക്കയിൽ വെച്ച് തന്നെ നടന്നു. അതിനുശേഷം 1961 മാർച്ച് മാസം 14-ാം തീയതി നോർത്ത് കാരോലിനയിൽ തന്നെ നടന്നതുപോലെ മറ്റൊരു സംഭവം വീണ്ടും കാലിഫോർണിയയിൽ നടന്നു. ഇവിടെയും ജെറ്റ് ക്രാഷ് ആവുകയും 2 തെർമോ ന്യൂക്ലിയർ ബോംബ് താഴെ വന്ന് പതിക്കുകയും ചെയ്തു. ഭാഗ്യത്തിന് ആ 2 തെർമോ ന്യൂക്ലിയർ ബോംബും പൊട്ടിത്തെറിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും വലിയ പ്രശ്നമൊന്നും തന്നെ ഉണ്ടായില്ല. അതിനുശേഷം 1964 ജനുവരി മാസം 13-ാം തീയതി മെറിലൻഡിൽ ഒരു വിമാനം ക്രാഷ് ആകുന്നു. അങ്ങനെ ക്രാഷായ സമയത്തും 2 തെർമോ ന്യൂക്ലിയർ ബോംബ്സ് താഴെ വന്ന് പതിക്കുന്നു. അതും പൊട്ടിത്തെറിച്ചില്ല. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടമൊന്നും തന്നെ ഉണ്ടായതുമില്ല. ഈ 3 സംഭവങ്ങളും അമേരിക്കയ്ക്കുള്ളിൽ തന്നെയാണ് നടന്നത്. പക്ഷേ ഇതിനുശേഷം അമേരിക്കയുടെ പുറത്തും മറ്റ് രാജ്യങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇത് അമേരിക്കയ്ക്ക് വളരെ വലിയൊരു പ്രശ്നമായി മാറി. അങ്ങനെ അമേരിക്കയുടെ പുറത്ത് വെച്ച് നടന്ന ആ ഒരു സംഭവം 1966 സ്പെയിനിൽ നടന്നതാണ്. ജനുവരി മാസം 17-ാം തീയതി സ്പെയിനിലെ പലോമേഴ്സ് എന്ന പ്രദേശത്തിന് മുകളിലൂടെ ഈ B-52 വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്രാഷായി. അതിൽ നിന്നും 4 തെർമോ ന്യൂക്ലിയർ ബോംബ്സ് മാർക്ക് 28 തെർമോ ന്യൂക്ലിയർ ബോംബ്സ് താഴെ വന്ന് പതിച്ചു. അങ്ങനെ വീണ ഈ ന്യൂക്ലിയർ ബോംബുകളിലുള്ള കൺവെൻഷണൽ വാർഹെഡ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ബേസിക്കായി ഒരു തെർമോ ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പായി അതിനുള്ളിൽ ഒരു വാർഹെഡ് വെച്ചിട്ടുണ്ടാകും, ഒരു ന്യൂക്ലിയർ വാർഹെഡ്. ഈ ന്യൂക്ലിയർ വാർഹെഡ് പൊട്ടിത്തെറിച്ചതിനുണ്ടാകുന്ന റിയാക്ഷൻ മൂലമാണ് ഈ തെർമോ ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ താഴെ വന്ന് പതിച്ച തെർമോ ന്യൂക്ലിയർ വെപ്പൺസിലെ കൺവെൻഷണൽ വാർഹെഡ് മാത്രമാണ് പൊട്ടിത്തെറിച്ചത്. ആറ്റം ബോംബിന് ഒന്നും തന്നെ പറ്റിയില്ല. അങ്ങനെ തെർമോ ന്യൂക്ലിയർ ബോംബ് താഴെ വന്ന് പതിച്ചപ്പോൾ കൺവെൻഷണൽ വാർഹെഡ് പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ലീക്കേജ് ഉണ്ടാകുന്നു, റേഡിയേഷൻ ലീക്കേജ് ഉണ്ടായി. എവിടെയാണോ പൊട്ടിത്തെറിച്ചത് ആ ഒരു ഭാഗത്ത് 11 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ അവിടുത്തെ മണ്ണിന് ഇമ്പാക്റ്റ് ഉണ്ടായി. അവിടുത്തെ 1000-കണക്കിന് ടൺ മണ്ണ് അമേരിക്ക ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്പെയിൻ ഭരണകൂടം അമേരിക്കൻ ഭരണകൂടത്തിന് ഒരു വലിയ പ്രഷർ കൊടുക്കാൻ ആരംഭിച്ചു. ഇനി മുതൽ നിങ്ങളുടെ വിമാനം ഞങ്ങളുടെ എയറോസ്പേസ് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. മറ്റൊന്നുമല്ല, ഇനി മുതൽ ന്യൂക്ലിയർ വെപ്പൺ കൊണ്ടുപോകുന്ന നിങ്ങളുടെ എയർക്രാഫ്റ്റ് ഞങ്ങളുടെ റീജിയണിന് മുകളിലൂടെ പറക്കാൻ പാടില്ല എന്ന പ്രഷർ ഡയറക്റ്റ് ആയി തന്നെ സ്പെയിനിൽ നിന്നും പോകാൻ ആരംഭിച്ചു. ഓക്കെ, ഈ പ്രശ്നത്തോടെ ഇതെല്ലാം അവസാനിച്ചോ എന്ന് നോക്കിയാൽ അല്ല, വീണ്ടും മറ്റൊരു ടെസ്റ്റ് കൂടിയുണ്ട്. ഈ സംഭവം നടന്നത് ഗ്രീൻലൻഡിലാണ്. 1968 ഗ്രീൻലൻഡിൽ ജനുവരി മാസം 21-ാം തീയതി തുലെ എയർബേസിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. ഈ ഒരു സംഭവത്തിലും ഇതേ B-52 എയർക്രാഫ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. ഈ തുലെ എയർബേസിൽ നിന്നും കുറച്ചു ദൂരം മാറി ഈ B-50
MiG-52 വിമാനം പറന്നുകൊണ്ടിരുന്ന സമയത്ത് അതിലെ കോക്പിറ്റിന് ഫയർ ആകുന്നു. അങ്ങനെ കോക്പിറ്റ് മുഴുവനായും ഫയർ ആയപ്പോഴാണ് അതിലെ പൈലറ്റ്സിന് മനസ്സിലായത് ഈ വിമാനം എമർജൻസി ലാൻഡിങ്ങിന് പോലും തുലെ എയർബേസിൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതിലുണ്ടായിരുന്ന 6 പേരും പെട്ടെന്ന് ഇജക്റ്റ് ആയി പുറത്തു വന്നു. പക്ഷെ ഒരേ ഒരു ക്രൂ മെമ്പർ മാത്രം ഇജക്ഷൻ സീറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മരണപ്പെട്ടു. അതിനുശേഷം വിമാനം താഴെ വീണ് തകർന്നു. സ്പെയിനിലുണ്ടായതുപോലെ തന്നെ സെയിം സംഭവം ഇവിടെയും ഉണ്ടായി. കൺവെൻഷണൽ വാർഹെഡ് പൊട്ടിത്തെറിക്കുകയും റേഡിയേഷൻ ലീക്കേജും ഉണ്ടായി. ഇതിലും 4 തെർമോ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായിരുന്നു. അതിൽ 3 എണ്ണം കണ്ടുപിടിച്ചു, ഒരെണ്ണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് പറയപ്പെടുന്നു. അങ്ങനെ 4 തെർമോ ന്യൂക്ലിയർ ബോംബിൽ നിന്നും ഒരെണ്ണം മിസ്സായി. അങ്ങനെ ഗ്രീൻലൻഡും അമേരിക്കയ്ക്ക് പ്രഷർ കൊടുക്കാൻ ആരംഭിച്ചു. സോവിയറ്റ് യൂണിയനെ എതിർക്കാനായി ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നത് അത്ര ശരിയല്ല. കാരണം വീണത് സാധാരണ ആയുധമാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാം ന്യൂക്ലിയർ ബോംബായിരുന്നു. 3 തവണ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഇത് താഴെ വന്ന് പതിച്ചു. പക്ഷെ ഒന്നും തന്നെ പൊട്ടിത്തെറിച്ചില്ല. ഏതെങ്കിലും ഒന്ന് പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ അമേരിക്ക വിചാരിച്ചു പോലും നോക്കാത്ത അത്രയും നഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായേനെ. അങ്ങനെ ഗ്രീൻലൻഡിലെ ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഓപ്പറേഷൻ ക്രോംഡോം നിർത്തിവെച്ചു. അതിനുശേഷം അമേരിക്ക അവരുടെ ടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് ആയി. പിന്നീട് ICBM അവർ സ്വന്തമായി നിർമ്മിക്കുകയും ചെയ്തു. കോൾഡ് വാർ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.